ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ ചെരുക്കിയെടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, 2 വെളുത്തുള്ളി, ഒരു 5-6 കുഞ്ഞുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരും. അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ എത്ര ചോറ് വേണമെങ്കിലും തിന്നാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ട നമുക്ക്. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണ ചേർക്കണുള്ളൂ കേട്ടോ, കാരണം ലാസ്റ്റ് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം ചേർക്കുന്നത്. വറ്റൽമുളക് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്നും നമ്മൾ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാരമില്ല, 1 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒന്ന് അരച്ചെടുക്കാനായിട്ട്. എനിക്ക് വെള്ളമൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ചമ്മന്തി ഞാനിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉണ്ടയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.